ഇത് കല്ലൊക്കെ കുഴിച്ചെടുത്തോണ്ട് വരുന്ന കല്ലൊക്കെ പൊടിച്ച് എടുക്കുന്ന സ്ഥലമാണ്. ഈ കോംപ്ലക്സിൽ ഈ ഒരു സൈസിലേക്ക് ക്രഷ് ചെയ്തെടുക്കും. വലിയ പാറ ആ ഏറ്റവും മുകളിലെ കോംപ്ലക്സിൽ ഈ ഒരു സൈസിൽ ക്രഷ് ചെയ്തെടുക്കും. പിന്നെ ഈ കോംപ്ലക്സിൽ എത്തുമ്പോൾ രണ്ടാമത്തേല് ഇച്ചിരി ചെറുതാവും ഈ ഒരു സൈസ്. അത് കഴിഞ്ഞത് ഈ മൂന്നാമത്തെ കോംപ്ലക്സിൽ എത്തുമ്പോഴത്തേക്ക് പൊടിയായിട്ട് ഈ ഒരു ടൈപ്പ് ആയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഫ്ലോട്ടേഷൻ, അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തുന്നത്. ഇതിന് ഈ ആണോ ഒരുക്കി വെച്ചേക്കണവര്? ഇതാ ഓറ് ഇങ്ങനെ കിട്ടും. അയണല്ലേ? ഇതുണ്ട് ഈ ഫ്ലോട്ടേഷൻ കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ ഈ ഒരു പ്രൊഡക്റ്റിലെത്തും. കല്ല് പൊടിഞ്ഞു വരുന്ന മറ്റൊരു രൂപമാണത്. ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് കോൺസെൻട്രേറ്റ് കിട്ടും. ഇങ്ങനെയാണ് അത്. എനിക്ക് ഇരുമ്പ് ഫിൽറ്റർ ഇവിടെ താഴെ എഴുതിച്ചു ഇംഗ്ലീഷിൽ. ഇങ്ങനെയാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്. കല്ലിനെ ആ രൂപത്തിലാക്കി എടുക്കുന്നത്. ഇത് കണ്ടോ, ഇതിനുള്ളിലിട്ട് പൊടിച്ച് 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 കല്ലൊക്കെ ഇട്ട് പൊടിച്ചാണ് മെഷീൻ. അത് നടന്നു പോകുന്നതൊക്കെ ഓരോ മെഷീൻ്റെ അകത്തൂടെയാണ് നടന്നു പോകുന്നത്. ഇതൊക്കെ ഓരോ മെഷീനാണ്. മെഷീനാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇവർ ടൂർ വെച്ചിരിക്കുന്ന ഓരോ മെഷീൻ്റെ അകത്തൂടെ ഇത്രയും വലുതാണ്. ഇത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണോ? ഏകദേശം 1998 ഇത് നിർത്തിയത്. ബാബുനി കണ്ടു. ഈ നാട്ടുകാരാ മറ്റേ കമ്പി പിരിച്ച് കയർ അത് ഇൻവെന്റ് ചെയ്തത് ഈ ക്ലൗസലിലുള്ള ഒരു മനുഷ്യനാണ്. അയാൾക്ക് അതിന് നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ക്ലൗസൽ ഇരുമ്പ് കയറ് രൂപത്തിലാക്കിയത് ഇവിടെയുള്ള ഈ സ്ഥലത്തുള്ള ആളാണ് ഇൻവെന്റ് ചെയ്ത. നമ്മൾ ചകിരി വെച്ച യൂസ് ചെയ്ത് പാറക്കല്ല് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കണതാ. പാറ പൊടിച്ച് ഉണ്ടാക്കുന്ന ഒരു അതിൻ്റെ മോഡൽ കൊടുത്തേക്കണേ. ഇവിടത്തെ ഈ സ്ഥലത്തിൻ്റെ. നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത്? അതിപ്പോൾ ചോദിച്ചറിയില്ല. പറ. മാത്തമാറ്റിക് പഠിച്ചല്ലോ, പറ. മാത്തമാറ്റിക് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. കാർബണേറ്റ്, പിന്നെ അത് പൈറേറ്റ്. അതിനകത്ത് നിന്നാണ് സൾഫർ ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയ കല്ല് പൊട്ടിച്ചിട്ട് അത് ആഫ്രിക്കയില്. ഇവിടത്തെ കല്ല് ഒഴിച്ച് സ്വർണം കിട്ടൂല. ആഫ്രിക്കയിലെ മല ഒഴിച്ചാൽ കിട്ടും. ആ അതെ, കാക്കപ്പൊന്ന്. അത് ഇതൊക്കെ പൊളിച്ചെടുത്താണ് സിൽവറും അയണൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത്. ടൈലല്ല, ടൈല് വേറെ. അതൊക്കെ ഇതിന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. ഈ പൈറേറ്റ് എന്ന് പറയുന്നത് എന്തെന്നായിരുന്നു FeSO4. ഇതിനകത്ത് അയണുണ്ട്. ബേസിക്കലി ഇതിനകത്ത് അയണും സൾഫറും കൂടെ കൂടിയ ഒരു മിക്സാണ് ഈ കല്ല്. അതിനകത്ത് വേറെ സിലിക്കേറ്റും അതും ഇതൊക്കെ ഉണ്ടാവും. ഇതാണ് ഇവർ പൊടിച്ചടിച്ച് പൊട്ടിച്ച് അവസാനം അയണും സൾഫറുമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ചാരനുള്ളതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു തന്നു. അല്ലെങ്കിൽ നമ്മളിതൊക്കെ എന്ത് കാണും? കളറുള്ള കല്ല്. ആ കളറുള്ള കല്ല്
ഇതല്ല ഒരേ പേര്, രണ്ടും ഒരേ പേര്. ഇതിനകത്ത് കണ്ടില്ല അയണിന്റെ ബാൻഡ്. ഇതങ്ങനെ തന്നെയാണോ? ഇത് കുറേ കോടാനുകോടി വർഷം എടുത്തുണ്ടാവുന്നതല്ല. തീർന്നടാ. എത്ര കോടി വർഷം എടുത്തുണ്ടാവും. ഈ ഗോൾഡ് കളർ കാണുന്നത് കോപ്പർ ഗോൾഡ് കളറിലുള്ളത്. മിലിയർട്ടേഴ്സ്. പിന്നെയും എൻ്റെ എല്ലാത്തിൻ്റെ എന്തോ കറുത്തിരുണ്ട സാധനം, കാർബണേറ്റ്. ഇതെന്താ പറയുക, ഇങ്ങനെ ഒടിഞ്ഞു വളഞ്ഞിരിക്കുന്നത്. അത് ഭൂമിയുടെ പ്രതലമില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമല്ലോ, അനങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അനങ്ങിയിട്ട് ഒരു സാഹചര്യത്തിൽ ആ പോയിന്റിൽ വന്നിട്ട് ഇത് ഇങ്ങനെ അമർത്തിയതാണ്. കല്ലിനെ ഇങ്ങനെ അമർത്തി നമ്മൾ റബ്ബർ ഇട്ട് അമർത്തി എടുക്കില്ലേ, മൈദ കുഴയ്ക്കൂലേ, അതേപോലെ കല്ലിനെ ഭൂമിയുടെ മൊത്ത ശക്തി കൊണ്ട് കുഴച്ചെടുത്ത രൂപമാണ് ആ കാണുന്നത്. അതെ, ഇതൊക്കെ നടക്കണു. എന്നാന്ന് ചേട്ടൻ പറഞ്ഞു തരുന്നത് കേക്ക്, അപ്പൊ മനസ്സിലാവും. ഇത് ഒരേ കല്ലും, പക്ഷെ അത് ഷേപ്പ് വേറെ ആയിട്ടുണ്ട്. ക്രിസ്റ്റല് ഡുംഗ്ലസ് ഫാല